ചേട്ടൻ്റെ പേര് പറഞ്ഞ് ജോസഫ്. എന്ത് പറ്റിയതായിരുന്നു ചേട്ടൻ? സ്ട്രോക്ക് എത്ര വർഷമായി? 9 വർഷം. എന്നിട്ട് എന്തായിരുന്നു ബുദ്ധിമുട്ട് ചേട്ടൻ്റെ? ബുദ്ധിമുട്ടുന്ന വലതിലായിരുന്നു, നടക്കുന്നതിനും വലതിലേക്ക് കുറവായിരുന്നു. ഇന്നലെ ഇവിടെ വീണ്ടും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സ്ട്രോക്ക് വന്നതും ആക്സിഡന്റ് പറ്റിയതായിട്ടുള്ള അറിയിപ്പോൾ ഇവിടെ വന്നവര് പലരും വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലെല്ലാത്ത ഒരാളോട് ഉണ്ട് എന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ സഹോദരന്റെ ഭാര്യ എന്നെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ടപ്പോൾ പെട്ടെന്ന് കർത്താവ് പറഞ്ഞു ഈ വീട്ടിലാണ് കർത്താവ് ഇന്നലെ അത്ഭുതം പ്രവർത്തിച്ചത്. ഞാനങ്ങനെ കർത്താവിനെ വിളിപ്പിച്ച് ചേട്ടനെ വിളിപ്പിച്ച് അതിനുശേഷം പ്രാർത്ഥിച്ചു. അതിനുശേഷമുണ്ടായ മാറ്റം എന്താണ് ചേട്ടാ? ഒരുപാട് വ്യത്യാസമുണ്ട്. നേരത്തെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തെന്നി പോകുമായിരുന്നു, സ്ട്രോക്ക് 9 വർഷമായ ശേഷം കാലിങ്ങനെ മടങ്ങി ഇങ്ങനെ കുഴതെറ്റി പോകുന്ന അനുഭവപ്പെടുമായിരുന്നു. അതിനുശേഷം ഒരുപാട് വ്യത്യാസമുണ്ട്. കൈ എത്ര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഏതൊരു കൈയിലായിരുന്നു? വലത് കൈ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇന്നലെ മുതൽ ഇപ്പോൾ നോക്കി ഇടത് കൈയിലാണ് സാധനം എടുത്ത് ഉയർത്തുക. നിങ്ങൾക്ക് അറിയാം ബേസിക്കുള്ളതൊക്കെ അറിയാം. എല്ലാവർക്കും അറിയാം. ഈ സഹോദരൻ ഇടത് കൈയുള്ള സാധനങ്ങൾ എടുക്കുള്ളൂ, വലത് കൈകൊണ്ട് എടുത്തില്ല. ഇന്ന് സാക്രിസ്റ്റീൻ കസേര എടുത്ത് ഉയർത്തി, അതുപോലെ മറ്റൊരു ബക്കറ്റ് എടുത്ത് ഉയർത്തി മോനെ ആ കസേര എടുത്തുള്ളത്. ഈ ചേട്ടന് വേഗത്തിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി. ഈ വശത്തോട്ട് വെച്ച് ഈ കൈയിൽ ഒന്ന് പിടിച്ച് കസേര നേരത്തെ കാണിച്ച് നേരത്തെ ചേട്ടന് ഒരു സാധനം പോലും എടുക്കാൻ പറ്റാതെ, ഒരു കപ്പ് വെള്ളം പോലും എടുക്കാൻ പറ്റാതിരുന്ന സഹോദരനാണ്. അതിലൊന്നും ഈ ചേട്ടൻ്റെ പ്രശ്നം കൂടിയുണ്ട്. കൈ മടങ്ങിക്കഴിഞ്ഞാൽ നിവരില്ല. അതിനാലെന്താണ് കൈ ഇപ്പോൾ കൈ നീട്ടി കാണിച്ച് കൈ ആൾക്കാർക്കൊക്കെ നീട്ടി കാണിച്ചു കൊടുത്ത് കൈകളെ നിർത്തി കാണിച്ച് ഒന്ന് മടക്കി കാണിച്ച് നിവർത്തിയെ നന്നായിട്ട് നിവർത്തിയെ വരുന്നുണ്ടോ? നേരത്തെ ഇങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അടുത്ത കൈ കൊണ്ട് നിവർത്തണം. അങ്ങനെയായിരുന്നു ചേട്ടൻ. നേരത്തെ സ്പീഡായിട്ട് നടക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ നടന്നൊക്കെ സ്പീഡായിട്ട് കൈ വീശി യേശു എന്ന് പറഞ്ഞ് നടന്നേ. വേണമെങ്കിൽ കൊണ്ട് മടുത്തു കൊടുക്കും, കുഴപ്പമില്ല. കൊണ്ട് മടക്കി പിടിച്ചു വരാം. സ്പീഡായിട്ട് ഇനി കൊണ്ട് ഓടിക്കും. കൈ വെച്ച് കത്താതെ ഓടി കൈ വെച്ച് സന്തോഷമുണ്ട്. 9 വർഷമായി ഈ ചേട്ടൻ നടക്കുമ്പോൾ ഒരു കാല് പതുക്കെ വലിച്ചു വെച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഭാര്യ ഒരുപാടാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഒരു കാല് ഇങ്ങനെ വലിച്ചു വെച്ചാൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കാല് പൊക്കി വയ്ക്കാനും കൂടുതൽ ഒരു കാലിൽ അതുപോലെ കൈക്കൊരു മരിയപ്പുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ മരിയപ്പുണ്ടോ? 9 വർഷമായി സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിച്ചത്. കരങ്ങൾ ഉയർത്തി പോരാ,